നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുർദശ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 18 വർഷകാലമാണ് രാഹുർദശ അനുഭവിക്കേണ്ടത്. ഈ 18 വർഷക്കാലം ആ വ്യക്തിക്ക് എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവപ്പെടണമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാഹുർദശയിൽ പലവിധ രോഗങ്ങളും സുഖഹാനിയും, ബാല്യത്തിലാണെങ്കിൽ ദുരിതവും വിദ്യാഭ്യാസ വിഘ്നങ്ങളും ഉണ്ടാകുന്നു. മധ്യവയസ്സിന് ശേഷമുള്ളവർക്ക് കണ്ണ്, വായ, പല്ല് മുതലായവയെ സംബന്ധിച്ചുള്ള രോഗങ്ങളും, കുടുംബത്തിൽ നിന്ന് വേർപിരിയലും, അന്യദേശവാസവും, സ്ഥാനഭ്രംശവും, അധികാരനഷ്ടവും, വിഷഭയം, തസ്കരഭയം മുതലായവയും ഉണ്ടാകുന്നു. മേടത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ധനപുഷ്ടിയും, കളത്രലാഭം, സുഖം, വിദ്യാലാഭം, കാര്യസിദ്ധി എന്നിവ ഫലമാകുന്നു. ഇടവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ വ്യാപാര വിജയം, വിദ്യാവിജയം, ഉന്നത സ്ഥാനപ്രാപ്തി, മനസന്തോഷം എന്നിങ്ങനെയുള്ള ഗുണങ്ങളും, ധനലാഭം, വിവാഹം അല്ലെങ്കിൽ സന്താനലാഭം, തൊഴിൽ, ഐശ്വര്യം തുടങ്ങിയ സൽഫലങ്ങൾ സിദ്ധിക്കും. മിഥുനത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ഭാര്യയുടെ ധനം ലഭിക്കും. സഹോദരന്മാരിൽ നിന്നുമുള്ള അനുകൂലാവസ്ഥയും സ്ഥാനഭ്രംശമോ സംഭവിക്കും. കർക്കിടകത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ ധനലാഭം, സമ്പുഷ്ടമായ ഭാഗ്യം തുടങ്ങിയവ അനുഭവങ്ങളായിരിക്കും. ചിങ്ങത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയുടെ പൂർവാർദ്ധത്തിൽ പലവിധേനയുള്ള ദുഃഖവും സ്വജനനാശവും, ധനനഷ്ടം മുതലായ അനിഷ്ടഫലങ്ങളും, ഉത്തരാർദ്ധത്തിൽ ധനം, സുഖം മുതലായവയുടെ ലാഭം, സന്തോഷകരമായ ജീവിതവും ഫലമാകുന്നു. തുലാത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ പൊതുവെ ദുരിതം തന്നെ ആയിരിക്കും ഫലം. അപസ്മാരം, ഉന്മാദം തുടങ്ങിയ മാനസിക രോഗം, കളത്രത്തിന് രോഗപീഠ, ബാല്യകാലത്തിലാണെങ്കിൽ ദേഹദുരിതം, ദാരിദ്ര്യം ഇത്യാദി ഫലങ്ങൾ അനുഭവപ്പെടും. തുലാത്തിൽ രാഹു നിൽക്കുന്ന യുവതികൾക്ക് രാഹുവിൻ്റെ ദിശയിൽ വിവാഹം നടക്കും. വൃശ്ചികത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും വിദേശഗമനം, പിതാവിനോ തനിക്കു തന്നെയോ നാശം അല്ലെങ്കിൽ വേറെന്തെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാകുവാനും എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗുണഭാവങ്ങളിൽ നിന്നാൽ ഉദ്യോഗലാഭം, രാജസമ്മാനം, ദ്രവ്യലാഭം തുടങ്ങിയവ അനുഭവമാകുന്നു. ധനുവിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ സഹോദരനോ പിതാവിനോ അസുഖങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഉന്നത പദവി, രാജബഹുമാനം, സുഖം, ധനം, ഉദ്യോഗലാഭം മുതലായ ഗുണാനുഭവങ്ങൾ ഈ ദശയിൽ ഉണ്ടാകും. മകരത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ ധർമ്മകാര്യങ്ങൾ പലതും ചെയ്യുവാൻ ഇടവരും. ദശയുടെ അവസാനം വളരെ ക്ഷേമകരവും സന്തുഷ്ടകരവുമായിരിക്കും. കുംഭത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ അല്പമായ ധനലാഭമുണ്ടാകും. എന്നാൽ ഈ രാഹുവിനോട് ശുക്രൻ ചേരുകയോ അല്ലെങ്കിൽ രാഹുവിനെ ശുക്രൻ വീക്ഷിക്കുകയോ ചെയ്താൽ ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും സുഖവും വർദ്ധിക്കും. രാഹുവിനെ വ്യാഴം നോക്കിയാലും മതി. മീനത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ ധനാഭിവൃദ്ധികളും എല്ലാവിധ സുഖങ്ങളും സിദ്ധിക്കും. ദശാന്ത്യം കഷ്ടകരമായിരിക്കും. സമ്പത്തുകൾക്ക് നാശം ഭവിക്കുന്നു. ഉപജയസ്ഥാനങ്ങളായ 3, 6, 10, 11 എന്നീ ഭാവങ്ങളിലാണ് രാഹു കൂടുതലായി അനുകൂല ഫലം നൽകുന്നത്. ശ്രേഷ്ഠമായ സ്ഥാനം 11-ാം ഭാവമാണ്. 10-ാം ഭാവത്തിൽ ശുഭനോട് ചേർന്നു നിന്നാൽ മാത്രമേ ശുഭഫലം നൽകുകയുള്ളൂ. ബാക്കി 8 ഭാവങ്ങളിലും അനിഷ്ടപ്രദമാണ്. രാഹു നിൽക്കുന്ന രാശി രാഹുവിന് അനുകൂലമാണെങ്കിൽ രാഹു ഇടയ്ക്കിടെ ഗുണഫലം ചെയ്യും. ശുഭഗ്രഹത്തിൻ്റെ ഫലം അവൻ പലപ്പോഴും ചെയ്യാറുണ്ട്. 3, 6, 10, 11 ഈ 4 ഭാവങ്ങളൊഴിച്ച് 8 ഭാവങ്ങളിൽ രാഹു നിന്നാൽ തന്നെയും ബലവാനായ ഒരു ശുഭൻ അവനോട് യോഗം ചെയ്താൽ അവൻ്റെ ദശയിൽ ഏറ്റവും ശോഭനമായിരിക്കും. പാപനോട് ചേർന്ന് രാഹു നിന്നാൽ കഠിനമായ പാപനായിത്തീരും. 3-ലും 6-ലും 11-ലും നിൽക്കുന്ന രാഹു ദീർഘായുസിനെ കൊടുക്കുന്നവനാണ്. രാഹുവിൻ്റെ ദൃഷ്ടി അത് എവിടെ നിന്നാലും ആരുടെ കൂടെ നിന്നാലും
എപ്പോഴും ദോഷം ചെയ്യുന്നു. രാഹുർ ദശയിൽ അപഹാരകാലം 2 വർഷവും 8 മാസവും 12 ദിവസവും. കലഹം, വിഷഭയം, കളത്രദുരിതം, ധനനഷ്ടം, മനപ്രയാസങ്ങൾ, ത്വക്കുരോഗം. ദോഷപരിഹാരത്തിനായി സർപ്പബലി, സർപ്പപ്രതിമാദാനം, ദുർഗാമന്ത്രജപം, അജദാനം എന്നിവ നടത്തുക. രാഹുർ ദശയിൽ വ്യാഴ അപഹാരകാലം 2 വർഷവും 4 മാസവും 24 ദിവസവും. ശത്രുനാശം, വിവാഹലബ്ധി, പുത്രലാഭം, ധനലാഭം, രോഗശാന്തി എന്നിവയും. ദോഷപരിഹാരത്തിനായി ശിവപൂജ, ബ്രാഹ്മണഭോജനം. രാഹുർ ദശയിൽ ശനി അപഹാരകാലം 2 വർഷവും 10 മാസവും 6 ദിവസവും. അപവാദവും, ദാമ്പത്തിക കലഹവും, രോഗങ്ങൾ, പിത്തരോഗങ്ങൾ, വാതരോഗങ്ങൾ, വീഴ്ച. ദോഷപരിഹാരത്തിനായി ശാസ്താക്ഷേത്ര ദർശനവും കൃഷ്ണക്ഷേത്ര ദർശനവും നാഗരാജാവിന് പാലഭിഷേകം നടത്തുന്നതും ഉത്തമമാകുന്നു. രാഹുർ ദശയിൽ ബുധ അപഹാരകാലം 2 വർഷവും 6 മാസവും 18 ദിവസവും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഐക്യം, പദവി, ധനലാഭം, ഭാര്യാഗുണം. ബുധൻ അനിഷ്ടനായാൽ വിപരീത ഫലങ്ങൾ. ദോഷപരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമജപം നടത്തുന്നത് ഉത്തമമാകുന്നു. രാഹുർ ദശയിൽ കേതു അപഹാരകാലം 1 വർഷവും 18 ദിവസവും. ധനഹാനി, അപകടങ്ങൾ, വിഷബാധ, ശത്രുദോഷം. ദോഷപരിഹാരമായി അജദാനം നടത്തുന്നത് ഉത്തമമാകുന്നു. രാഹുവിൽ ശുക്ര അപഹാരകാലം 3 വർഷം. രോഗം, സ്വജനകലഹം, വാഹനലാഭം, വിവാഹം, വിദേശയാത്ര. ദോഷപരിഹാരത്തിന് ദുർഗാപൂജയും ലക്ഷ്മി പൂജയും നടത്തുക. രാഹുർ ദശയിൽ സൂര്യ അപഹാരകാലം 10 മാസവും 24 ദിവസവും. നയനരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, ശത്രുദോഷം, ജ്വരം, അഗ്നിഭയം, വിജയം, പുതിയ പദവികൾ ലഭിക്കുക. ദോഷപരിഹാരത്തിനായി ആദിത്യ നമസ്കാരം. രാഹുർ ദശയിൽ ചന്ദ്ര അപഹാരകാലം 1 വർഷവും 6 മാസവും. ഭാര്യാദുരിതം, മനോദുരിതം, ക്ലേശങ്ങൾ, സമുദ്രയാത്ര, ധനനാശം. ദോഷപരിഹാരത്തിനായി വെളുത്ത പശുവിന് ദാനം ചെയ്യുന്നത് ഉത്തമമാകുന്നു. രാഹുർ ദശയിൽ കുജ അപഹാരകാലം 1 വർഷവും 18 ദിവസവും. ഭാര്യാവിരഹം, അപകടങ്ങൾ, ദുഃഖം, അധികാരികളുമായുള്ള എതിർപ്പ്, അഗ്നിഭയം. ദോഷപരിഹാരത്തിന് കാളയെയും പശുവിനെയും ദാനം ചെയ്യുന്നത് ഉത്തമമാകുന്നു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം, ദുർഗാദേവി ക്ഷേത്ര ദർശനം എന്നിവയും നടത്തുന്നത് ഉത്തമമാകുന്നു.